സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുന്ന പരേഡിൽ കേരളത്തിൻ്റെ പ്ലോട്ട് ഉണ്ടാവില്ല. ഡിസംബർ 20 വരെ നടന്ന എല്ലാ അവതരണത്തിലും കേരളത്തിൻ്റെ പ്ലോട്ട് നല്ലതായിരുന്നു. അവസാനം സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് പുറത്തു വരുമ്പോഴേക്കും കേരളം ഔട്ടായി. പ്രതിരോധ മന്ത്രാലയം ഇത്തരമൊരു തീരുമാനം എടുത്തതിൽ കാരണമൊന്നും വ്യക്തമല്ല. കേരളം അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത വിഷയം വൈക്കം സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശന വിളംബരവുമാണ്. രാഷ്ട്രപിതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് പുണ്യമാണ് വൈക്കം സത്യാഗ്രഹം. അതുകൊണ്ട് കാലിക പ്രസക്തിയുള്ള ഈ പ്ലോട്ട് ഏത് വിധേനയും പരേഡിൽ ഇടം നേടണമെന്ന വാശി സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നു. അതിനായി പ്രതിരോധ മന്ത്രാലയത്തിന് മുന്നിൽ കാര്യഗൗരവം അവതരിപ്പിക്കാൻ ആദ്യം തന്നെ പ്രത്യേക പ്രതിനിധിയെ തന്നെ കേരളം അയച്ചു. എന്നിട്ടും കേരളത്തിൻ്റെ ആവശ്യം അത് ഏതായാലും പതിവ് പോലെ അങ്ങോട്ട് നിരസിച്ചു. കേരളം ഭരിക്കുന്ന CPM-ഉം കേന്ദ്രം ഭരിക്കുന്ന BJP-യും തമ്മിലുള്ള ബന്ധം വളരെ വഷളായിരിക്കുന്ന സമയമാണ് ഇത്. ശബരിമല വിഷയത്തിൽ CPM-ൻ്റെ മുദ്രാവാക്യം തന്നെ നവോത്ഥാനം എന്നതാണ്. ഇതേ നവോത്ഥാനം പ്ലോട്ടിൽ കാണിച്ച് അങ്ങനെ പരേഡിൽ വിലസേണ്ട എന്ന നിലപാടിലായിരിക്കാം കേന്ദ്രം ഇതിന് പുറംതിരിഞ്ഞു നിന്നത്. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സമിതിക്ക് മുമ്പിൽ കേരളം സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പരിഗണിക്കുമ്പോൾ അതിൽ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവുമൊക്കെ ദൃശ്യങ്ങളിൽ പുനർജനിക്കുന്നത് ഗംഭീരമാണെന്നും ഇതുമായി മുന്നോട്ടു പോകാമെന്നും സമിതിയിലെ കലാകാരന്മാർ അറിയിച്ചെങ്കിലും കലാകാരന്മാരുമൊന്നുമല്ല വിധി നിർണ്ണയിക്കുന്നത് എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായതിൻ്റെ വാർഷികം ആചരിക്കുമ്പോൾ അതിൽ പങ്കാളിയാകാൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിന് അവകാശമില്ലേ? നിലവാരമില്ലാത്തതാണെങ്കിൽ വേണ്ട. നിലവാരമുണ്ടെന്ന് അറിയുന്നവർ പറഞ്ഞിട്ടും ഇതിനെയും വിലക്കാൻ കേന്ദ്രം കാത്തിരുന്നു. 2014 ദൃശ്യാവിഷ്കാരത്തിന് സ്വർണ്ണ മെഡൽ നേടിയതാണ് കേരളം. ഈ കൊച്ചു സംസ്ഥാനത്തിൻ്റെ സൃഷ്ടികൾ നിലവാരം തകർന്നതാണെന്ന് വിളിച്ചു പറയുന്നവർ ഒന്നോർക്കുക. പ്രളയത്തിൽ തകർന്ന കേരളത്തിൻ്റെ സഹായത്തിനെത്തിയവരെ മുഴുവൻ നിങ്ങൾ ആക്ഷേപിച്ചു വിട്ടു. മാലദ്വീപിനും റുവാണ്ടയ്ക്കും കൊടുത്തിട്ടും കേരളത്തിന് ഒന്നും തന്നില്ല. യാചന കണ്ട് പരിഹസിച്ചു. ഇപ്പോൾ കേരളത്തിന് അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന പാരമ്പര്യ കലയെയും സംസ്കാരത്തെയുമാണ് നിങ്ങൾ അപമാനിച്ചത്. കാലവും ചരിത്രവും സാക്ഷി. നിങ്ങൾ അർഹിക്കുന്ന മറുപടി ജനങ്ങൾ തരും.